പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാനിപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഏഷ്യാനെറ്റിലെ പുള്ളിക്കാരൻ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ അനിയനാണ് വേണു ബാലകൃഷ്ണനും മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പം എനിക്ക് തോന്നുന്നത് ബിഗ് ടി വിയിലും ഇദ്ദേഹം ഏഷ്യാനെറ്റിലുമാണ്. നേരത്തെ റിപ്പോർട്ടിലായിരുന്നു, ഇവിടുന്നൊക്കെ പോയി ഇപ്പം ഏഷ്യാനെറ്റിലുമാണ്. അദ്ദേഹത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളൊരു ഇത് ഞാൻ കണ്ടു. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന ഈ അവലോകനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് തോറ്റെന്നുള്ളതിൻ്റെ അവലോകനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനകത്ത് സംഭവിച്ച ഒരു കാര്യം പുള്ളി പറയുകയായിരുന്നു. അപ്പം ഞാനിപ്പം തോറ്റവരെ പറ്റി പിന്നെ പറഞ്ഞത് ശരിയല്ല, എങ്കിലും നമ്മൾ പറയാം, ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ചെല്ലാൻ അവരനുവദിക്കത്തില്ലായിരുന്നു. പുള്ളിയപ്പം എന്നിട്ട് എടുത്ത് പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്, പുള്ളിക്കാരനെ ഒരിക്കലും ആ കസേരയെ കണ്ടിട്ടില്ല, കുറച്ച് വെള്ള വസ്ത്രധാരികളായിട്ടുള്ളവരായിരിക്കും, ആ കൂട്ടത്തിൽ നിന്ന് തേടിപ്പിടിച്ചായിരിക്കും ഉമ്മൻചാണ്ടി. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരു മൂലയ്ക്ക് എങ്ങാനും കാണും അദ്ദേഹത്തിൻ്റെ. അപ്പം അതെല്ലാം പുള്ളി പറഞ്ഞു, ഒരു പ്രാന്തം കയറിയിരുന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിണറായി വിജയൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വളരെ ശാന്തമാണ്, സുന്ദരമാണ്. ഇതേതാണ് നല്ലതെന്ന് തന്നെ, ഇത് പുള്ളിയുടെ വാക്കാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തീരുമാനിക്കണം. അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നത്, ഈ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾക്ക് അവിടോട്ട് കയറാൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് കയറാനുള്ള അനുവാദമില്ലായിരുന്നു. കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുള്ള, അതിലെ പൗരപ്രമുഖരെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് കയറാൻ അനുവാദമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഭയങ്കര വിരോധാഭാസമായി. ഇപ്പം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. അതുപോലെ ഒരു ജില്ലാ കമ്മിറ്റിയെ വേറൊരു ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം പുള്ളി പറഞ്ഞു. മറ്റേതൊക്കെ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുക. അവരാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചു തന്നു. അവർ കുഴപ്പങ്ങളൊന്നും കാണിച്ചില്ല. അവിടെ നല്ല കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അതുകൊണ്ടാണ് ശ്യാമളയും എന്താ പറയുന്നത് ഒക്കെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നത്. ഈ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറൊക്കെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നത്. അവരൊക്കെ വീട്ടിൽ വന്നു. ടി പി രാമകൃഷ്ണൻ എല്ലാവരും അവർ വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. അത് ഇതുകൊണ്ടാണ്. അപ്പോൾ അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇതുവരെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതൃത്വം. മുഖ്യമന്ത്രി കാണിച്ചിരുന്ന ഒരു മുഷിഞ്ഞ വസ്ത്രധാരി അവിടെ കേട്ടത്തില്ലായിരുന്നു. ഇതായിരുന്നു സംഭവം. അതിപ്പോൾ ജില്ലാ കമ്മിറ്റി തിരിച്ചറിഞ്ഞു. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് മനസ്സിലാകുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഇത് കേട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്നെ കേൾക്കുന്നവർ ഇത് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയിക്കുന്നു.